അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് 01 01 ഇത് സ്റ്റിക്കർ ചെയ്തത്. അപ്പോൾ 01 പോയിട്ട് ഇതിൽ ഒരു 6ൻ്റെ ബാക്കി ഒട്ടിക്കാനുണ്ട്. ഹലോ വാട്സ്ആപ്പ് ഗൈസ്, ദിസ് ഈസ് മീ മെക് 46. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബൈക്ക് എടുക്കാൻ പോവാണ്. BMW ബൈക്കാണ്. അപ്പോൾ അത് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം 01 01 നമ്മൾ BMW സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് കിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് റീപെയിൻറ്റ് ചെയ്ത കിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറേ വർക്ക്സിന് വേണ്ടി കുറേ വണ്ടികൾ വന്നിരിപ്പുണ്ട്. അപ്പം റിയാസിക്ക് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചൊരു പാർട്സ് ഇപ്പം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഒട്ടിച്ച പാർട്സ്. അപ്പം അത് 2 പീസാണുള്ളത്. പിന്നെ ടാങ്ക് കവറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോവാം. ഹലോ ഗൈസ്, അങ്ങനെ BMW നമ്മളെ GS ഓട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എൻ്റെ മുന്നേ നോർമൽ ഹൈറ്റ് കുഴപ്പമില്ല. സീന് സാധനം, പക്ഷേ പ്രിയാനിയുടെ അത്ര ഇല്ല പവർ. അങ്ങനെ ഗായ്സ്, ഫൈനലി GS 310. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത വണ്ടിയാണ്. അത് 310 ആണ്, GS 310 R. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് പറയുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം 310 ആണെങ്കിലും 313, അതായത് 313 cc ആണ്. ഇത് സിംഗിൾ സിലിണ്ടറാണ്. പിന്നീട് ഇതിൻ്റെ BHP വരുന്നുണ്ടെങ്കിൽ 33.5, അതായത് 33.5 BHP ആണ്. 28 Nm ടോർക്കാണ് ഇതിൽ വരുന്നത്, അതായത് 28 Nm. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ അലോയ് വീലൊക്കെ വന്നിട്ട് 17 ഇഞ്ച് ആണെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ അളവ് വരാനാണ് ചാൻസ് കൂടുതൽ, ബിക്കോസ് അത്രയും ഒരിതുണ്ട്. പക്ഷേ ഈ വണ്ടി വന്നിട്ട് 2000 സംതിങ് എന്തോ കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അതിന് ലക്കിന് കിട്ടിയ വണ്ടിയാണ്. ബാക്ക് ടയറും ഫ്രണ്ട് ടയറൊക്കെ പുതിയതാണ്. പിന്നീട് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈഡിങ് പൊസിഷൻ എൻ്റെ 390 കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഇതായിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 390 കുറച്ചും കൂടി അഗ്രസീവ് പൊസിഷനാണ്. പക്ഷേ ഇത് ഒരുമാതിരി താന്ന് കിടക്കുന്ന പൊസിഷനാണ്. അത് സീനൊന്നുമില്ല, പക്ഷേ റൈഡിങ് കംഫർട്ട് നല്ലതായിട്ടുണ്ട്. പക്ഷേ എൻജിൻ ഹീറ്റ് ആവുന്നുണ്ട് ഇതിന് പെട്ടെന്ന്, അതെന്താണെന്ന് അറിയത്തില്ല. R ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് വന്നിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ ഈ സ്റ്റിക്കർ പ്രത്യേകം അടിച്ചതാണ്. അതായത് നമ്മൾ സ്റ്റോക്ക് എങ്ങനെ ഇരിക്കും അതേപോലെയാണ് സ്റ്റിക്കർ അടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടാങ്കിനെ പറ്റിയാണ് പറയുന്നത്. ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മസ്കുലർ ടാങ്ക് തന്നെയാണ്. മസ്കുലർ ടാങ്ക് തന്നെയാണ്. പിന്നെ ഇതിൽ UST നമ്മളെ ഈ അലോയ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വണ്ടികൾക്കും UST ആണ് ഇപ്പം വരുന്നത് നിലവിൽ. അപ്പോൾ ഇതിൻ്റെ BMW UST നല്ല വില ഉള്ളതാണ്. എത്രയെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് വിലയുണ്ട്. KTM ഫോർക്കിനെക്കാട്ടിയും വില കാണാനാണ് ചാൻസ് കൂടുതൽ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെന്നുള്ളവർ കറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ എടുക്കാം. എന്ത് പൊടിയാണ് ഗ്ലാസ് അടച്ചിട്ട്.
അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് 01-ലോട്ടാണ്. 01-ലാണ് ഇത് സ്റ്റിക്കർ ചെയ്തത്. അപ്പോൾ 01-ൽ പോയിട്ട് ഇതിൽ ഒരു 6-ൻ്റെ ബാക്കി ഒട്ടിക്കാനുണ്ട്. പക്ഷേ ഇവന് കിട്ടിയ റിട്ടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് വന്നിട്ട് ബ്ലൂ ആണ് പറഞ്ഞത്, റേസിംഗ് ബ്ലൂ ആണ് പറഞ്ഞത്. പക്ഷേ ഇവൻ റെഡ് എന്ന് വിചാരിച്ചിട്ട് മറ്റേ 6 ബ്ലൂ ആണ് ചെയ്തത്. അപ്പോൾ ഇതിൽ വരുമ്പം ഇതിൻ്റെ പുറത്ത് ബ്ലൂ വരും. അതായത് ഇപ്പോൾ റേസിംഗ് ബ്ലൂ ആണ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ തന്നെ മറ്റേ ബ്ലൂവും കയറി വരും. പക്ഷേ ഇത് വേറെ ടൈപ്പ് ബ്ലൂ ആണ്. അതുകൊണ്ട് അതിൽ റിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതായത് മാച്ചിങ് അല്ല, സെപ്പറേറ്റ് ആണ്. പക്ഷേ എന്തായാലും ഇത് കൊള്ളാം, സംഭവം സെറ്റായിട്ടുണ്ട്. അതിനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. 01 എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് 01. അതാ എത്തിക്കഴിഞ്ഞു. മറ്റേ സ്റ്റിക്കറോടെ ഒട്ടിച്ച് കൊടുത്താൽ ബാക്കിയുള്ളതേ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല, ഇതിൽ ചെയ്യാനൊന്നുമില്ല, ഈ കണ്ടിന്യൂസ് തന്നെ പോണേ. അപ്പൊ ഈ കളർ അവിടെ ഒട്ടിക്കണം എന്നാ? ഇതേ ഈ കളർ തന്നെ വന്നീന്നേ, ഈ കളറില്ലേ അതേതോ ഇതെന്ന് മാത്രം. അതാണ് അതിനാട്ടാ. അപ്പം ഇത് പകരം എങ്ങോട്ട് ഒട്ടിക്കണ്ടെന്നാണ് ചോദിച്ചത്. വേണ്ട, ഇത് മതി. ഞാൻ എന്താ പറഞ്ഞറിയോ, പിന്നെ ഇതിന്റെ പുതിയ ഈ കളറല്ല, വൈറ്റ് തന്നെയാണ്. അപ്പൊ ഇത് ബ്ലൂ ആയിട്ട് കൊടുക്കണം എന്നേനു. കണ്ടിന്യൂസ് ഉണ്ട് സാധനം. Yeah, you are in frame, man.